പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെം ടോക്കിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 4ാമത്തെ എപ്പിസോഡാണിത്. ഈ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാം ഭാഗമാണ്. ആദ്യം നമുക്ക് വരാം ബോർ മോഡൽ ഓഫ് ആറ്റം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ചാപ്റ്ററിലെ ബോർ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ബോർ മാതൃക. ആ മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി 4 പോയിൻ്റുകളുണ്ട്. മിനിമം 2 പോയിൻ്റെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ പ്രധാനമാണ്. അതിൽ 1ാമത്തെ പോയിൻ്റ്, ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പാതയുടെ പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഇംഗ്ലീഷിലെ ആ പോയിൻ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് റൗണ്ട് ദി ന്യൂക്ലിയസ് അലോങ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽ. ഓക്കെ അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെയാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. ഇതിനെ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നു. ഇതിനെ കെ, എൽ, എം, എൻ എക്സെട്ര എന്നോ 1, 2, 3, 4, 5 എക്സെട്ര എന്നോ നാമകരണം ചെയ്യാം. ഓക്കെ, 2ാമത്തെ പോയിൻ്റ് പറയാം. ഒരു ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണുകൾ എനർജി നഷ്ടപ്പെടുത്തുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല. ഓക്കെ, ഒരു ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ നിൽക്കുന്നിടത്തോളം കാലം എനർജി സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് സ്വീകരിക്കുക? ഒരു ഷെല്ലിൽ നിന്ന് മുകളിലെ ഷെല്ലിലേക്ക് പോകുമ്പോൾ എനർജി സ്വീകരിക്കുകയും മുകളിലെ ഷെല്ലിൽ നിന്ന് താഴത്തെ ഷെല്ലിലേക്ക് വരുമ്പോൾ എനർജി പുറത്തുവിടുകയും ചെയ്യുന്നു. ഓക്കെ, വളരെ പ്രധാനമാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിൻ്റാണ്. As long as an electron remains in the same orbit, it does not lose or gain energy. Okay? Energy remains constant. കണ്ടല്ലോ. 3ാമത്തെ പോയിന്റ് പറയാം. ഇലക്ട്രോൺ നമുക്കറിയാം ഓർബിറ്റിലൂടെയാണ് കറങ്ങുന്നത്. അങ്ങനെ സർക്കുലാർ മൂവ്മെൻറ്റിന് ആംഗുലാർ മൊമെൻ്റം ഉണ്ടാവും. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ലീനിയർ മൊമെൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് എന്തുണ്ടാവും? ആംഗുലാർ മൊമെൻ്റം ഉണ്ടാവും. അപ്പോൾ ആ ആംഗുലാർ മൊമെൻ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു NH/2π ആയിരിക്കും. ബുദ്ധിമുട്ടില്ലല്ലോ? അതായത് ഈ പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കുക. MVR ഈക്വൽ ടു NH/2π. ഇത് പഠിച്ചു വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? ആ 3 പോയിൻ്റ് നമ്മൾ ബോർ മോഡലിനെ കുറിച്ച് പഠിച്ചു. ഈ 3 പോയിൻറ്റിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ബോർ മോഡലിൻ്റെ മെറിറ്റാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ബോർ മോഡൽ കൊണ്ട് വിശദീകരിക്കാൻ പറ്റിയത്? 1, ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ പറ്റി. എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. നമ്പർ 2, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഒറിജിൻ വിശദീകരിക്കാൻ പറ്റി. എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ തന്നു. അതായത് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. 3ാമത്തത് ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ബോർ ഡിറൈവ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ചു. 3 മെറിറ്റായി. അടുത്ത ഡീമെറിറ്റ് ഓഫ് ബോർ മോഡൽ. എന്തൊക്കെ ദോഷങ്ങളാണ് ബോർ മോഡൽ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാതിരുന്നത്? 1, ഹൈഡ്രജൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്നാൽ മറ്റ് ആറ്റങ്ങളുടെ മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റമുള്ള ഒന്നിലധികം ഇലക്ട്രോണുകളുള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ ബോറിന് പറ്റിയില്ല. ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റംസ്. ഓക്കെ, നമ്പർ 2, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഫൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റിയില്ല. വലിയ വലിയ സ്പെക്ട്രത്തെ വിശദീകരിക്കാൻ പറ്റി, പക്ഷേ അത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും വെച്ചപ്പോൾ
ആ വലിയ സ്പെക്ട്രത്തിന് ചെറിയ ചെറിയ റേഡിയേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഇലക്ട്രിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്താൽ അതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നും, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ സീമൻ ഇഫക്റ്റ് എന്നുമാണ് പറയുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബോർ മോഡൽ ഉപയോഗിച്ച് സീമൻ ഇഫക്റ്റിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും, അതായത് സീമൻ ഇഫക്റ്റിനെയും സ്റ്റാർക്ക് ഇഫക്റ്റിനെയും വിശദീകരിക്കാൻ പറ്റിയില്ല. ഓക്കെ. മാത്രവുമല്ല, ആധുനിക സിദ്ധാന്തങ്ങളായ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും വിശദീകരിക്കാൻ ബോർ മോഡലിന് പറ്റിയില്ല. മിനിമം 2 പോയിൻ്റെങ്കിലും പഠിച്ചിരിക്കുക. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ തുടങ്ങിയ ആധുനിക സിദ്ധാന്തത്തെ വിശദീകരിക്കാൻ ബോർ മോഡലിന് പറ്റിയില്ല. മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റമുള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റിയില്ല. സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും വിശദീകരിക്കാൻ പറ്റിയില്ല. ഓക്കെ, വളരെ പ്രധാനമാണ്. ഈ വർഷം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് ബോർ മോഡൽ ഓഫ് ആറ്റവും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിൻ്റെ ഇക്വേഷനെങ്കിലും പഠിച്ചു വയ്ക്കുക. അതായത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π. ആ ഇക്വേഷൻ ഒരു 5 പ്രാവശ്യങ്ങൾ നിങ്ങളുടെ റഫ് പേപ്പറിൽ ഇങ്ങനെ എഴുതി നോക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π. എന്താണ് ഡെൽറ്റ എക്സ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഡെൽറ്റ പി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. ഓക്കെ, എച്ച് പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആണ്, ബുദ്ധിമുട്ടില്ലല്ലോ. ഡെൽറ്റ പിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. കാരണം പി എന്ന് പറഞ്ഞത് മൊമെൻ്റാണ്. മൊമെൻ്റം കാണാനുള്ള ഇക്വേഷനാണ് എം വി. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം. എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π. ഇനി ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പഠിച്ചിരിക്കുന്നത് നന്നാവും. കാരണം എന്താണെന്നറിയോ, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കുക. എന്താണെന്നറിയോ, വളരെ ചെറിയ, അതായത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളായ ചലിക്കുന്ന വസ്തുക്കളുടെ മൊമെൻ്റവും പൊസിഷനും, അതായത് സ്ഥാനവും ആക്കവും ഒരേ സമയം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ പറയാം, മലയാളത്തിൽ പറയാം. ചലിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സൂക്ഷ്മമായ കണികകളുടെ ആക്കവും സ്ഥാനവും ഒരേ സമയം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ both position and momentum of microscopic moving particle simultaneously and precisely. Okay, it is very very important statement. Heisenberg uncertainty principle. Okay, ഇലക്ട്രോണുകൾ നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന ബോറിൻ്റെ സിദ്ധാന്തത്തിന് എതിരാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, മറ്റൊരു പോയിന്റിലേക്ക് വരാം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, പദാർത്ഥത്തിൻ്റെ ദ്വൈത സ്വഭാവം. പദാർത്ഥത്തിന് 2 സ്വഭാവമുണ്ട് എന്ന് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞു. എന്താ 2 സ്വഭാവം? കണികയുടെ സ്വഭാവവും തരംഗത്തിൻ്റെ സ്വഭാവവും. അതായത് ഓൾ മാറ്റർ പാർട്ടിക്കിൾ ഹാവ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. ഡി ബ്രോഗ്ലി ഇത് പറയുക മാത്രമല്ല ചെയ്തത്, അതിനൊരു ഇക്വേഷൻ തന്നെ ഉണ്ടാക്കി. ആ ഇക്വേഷനാണ് ലാംഡ ഈക്വൽ ടു h/mv. ലാംഡ ഈക്വൽ ടു h/mv. എം വി എന്ന് പറഞ്ഞാൽ മൊമെൻ്റമാണ്. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ മാറ്റാം. ലാംഡ ഈക്വൽ ടു h/p. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലംസ് വരാറുണ്ട്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നന്നായി ഓർത്തിരിക്കുക, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട ഇക്വേഷനാണിത്. h/mv ഈക്വൽ ടു ലാംഡ. അപ്പോൾ ലാംഡ കാണാനുള്ള ഇക്വേഷൻ.
അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാൻ വേണ്ടി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് ലാംഡ =h/mv എന്നാണ്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ടാവും? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എച്ച്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം 6.626 × 10⁻³ ആണ്. എം ക്വസ്റ്റ്യനിൽ തരും, ചിലപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ എന്നായിരിക്കും തരിക, ചിലപ്പോൾ ഇലക്ട്രോൺ എന്നായിരിക്കും തരിക. അപ്പോൾ ക്രിക്കറ്റ് ബോളാണെങ്കിൽ ക്രിക്കറ്റ് ബോളിൻ്റെ മാസ്, ഓക്കെ. ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് ബൈ ഹാർട്ടാണ് 9.1 × 10⁻31. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തരും ചിലപ്പോൾ. അപ്പോൾ ആ ഇതൂടെ തന്നാൽ നമുക്ക് ലാംഡ കാണാം. ചിലപ്പോൾ വെലോസിറ്റി കാണാനാണ് ചോദിക്കുക, ലാംഡയും മാസും തരും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഓക്കെ. അടുത്ത പോയിൻ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഹേർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇത് വിശദീകരിച്ച സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയത് ഏതിനാണ് എന്ന് ചോദിച്ചാൽ അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിനാണ്. ഓക്കെ, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഒരു മെറ്റലിൻ്റെ പ്രതലത്തിൽ യോജിച്ച ആവൃത്തിയുള്ള ഒരു റേഡിയേഷൻ തട്ടുമ്പോൾ ആ മെറ്റലിൻ്റെ ആ ലോഹത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പുറത്തു പോകുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒരു ലോഹോപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നു. എപ്പോൾ? ആ ലോഹോപരിതലത്തിലേക്ക് യോജിച്ച ആവൃത്തിയുള്ള ഒരു റേഡിയേഷൻ വന്ന് തട്ടുമ്പോൾ. ക്യാരംസ് കളിക്കണ മാതിരിയാണ്. ഒരു സ്ട്രൈക്കർ അവിടെ വന്ന് തട്ടുമ്പോൾ വേറൊരാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പോലെ ലോഹ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസത്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് ഓൺ സ്ട്രൈക്കിംഗ് റേഡിയേഷൻ ഹാവിങ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഇത് വിശദീകരിച്ച സയൻറ്റിസ്റ്റാണ് ആര്? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ അത് വിശദീകരിച്ചു കൊണ്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷനാണ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു h × ν-μ0. നല്ല ഓർത്തിരിക്കുക. ആരുടെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ആണ്? അതായത് ലോഹ ഉപരിതലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി. ഒന്നുകൂടെ, ലോഹ ഉപരിതലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി സമം, നന്നായി ഓർത്തിരിക്കണം ആ ഇക്വേഷൻ, എഴുതി വെച്ചോളൂ പേപ്പറിൽ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം മെറ്റൽ സർഫസ് ഈക്വൽ ടു h × ν-μ0. റെഡിയല്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, അതായത് അവിടെ വന്ന് തട്ടിയ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി, ν0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി. അതൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ത്രഷോൾഡ് ഫ്രീക്വൻസി തരും, ഫ്രീക്വൻസി തരും. അപ്പോൾ അത് തരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഈക്വൽ ടു h × ν-μ0. ന്യൂവും ν0യുടെയും വാല്യൂ തന്നിട്ട് ചോദിക്കും. എന്ത് ചോദിക്കും? ലോഹ ഉപരിതലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ആ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീനാണ്. ഓക്കെ, അടുത്തത് ഐസോടോപ്പും ഐസോബാറുമാണ്. ഐസോടോപ്പുകൾക്ക് മാസ് ഡിഫറൻ്റ് ആയിരിക്കും, അറ്റോമിക് നമ്പർ തുല്യമായിരിക്കും. അവിടെ നോക്കൂ, ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ്റെ ആറ്റംസ് കണ്ടോ നിങ്ങളവിടെ? ഐസോടോപ്പുകൾ കണ്ടോ? H11, H12, H13. എന്തായാലും വ്യത്യാസം? മുകളിൽ കൊടുത്തിരിക്കുന്നത് മാസാണ്, അപ്പം മാസ് വ്യത്യാസമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന അറ്റോമിക് നമ്പർ സെയിമാണ്. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ വ്യത്യാസവുമാണെങ്കിൽ അതിനാണ് ഐസോടോപ്പ് എന്ന് പറയാം. കാർബണിൻ്റെ ഐസോടോപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. C612, C613, C614. ഓക്കെ, അടുത്ത് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ മാസ് തുല്യമാണ്, അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, അതായത് വ്യത്യസ്ത മൂലകങ്ങളാണ് എന്നർത്ഥം. നോക്കൂ, C614, N714 കണ്ടോ? അതിൽ മാസ് വ്യത്യാസം ഇല്ല,
എന്നാൽ അറ്റോമിക് നമ്പർ വ്യത്യാസമുണ്ട്. ഇതിനാണ് എന്ത് പറയുക? ഐസോബാർ എന്ന് പറയാം. അടുത്ത പോയിൻ്റാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ പൂർണ്ണമായ അഡ്രസ്സ് വിശദീകരിക്കുന്ന നമ്പേഴ്സിൻ്റെ സെറ്റിനാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണെന്ത്? ക്വാണ്ടം നമ്പേഴ്സ്. എത്ര നമ്പറുണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. വളരെ കൃത്യമാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നിൽക്കുന്ന ഷെല്ലിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്നു. ഓക്കെ, ഇലക്ട്രോൺ നിൽക്കുന്ന ഷെല്ലിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നു. സ്വാഭാവികമായും ഇലക്ട്രോണിൻ്റെ എനർജിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? ഇറ്റ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ഷെൽ ആൻഡ് എനർജി ഓഫ് ഇലക്ട്രോൺ. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പഠിച്ചു. നമ്പർ 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെല്ലിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ സിമ്പലാണ് എല്ല്. സബ്ഷെല്ലിനെ കുറിച്ച് ഇൻഫർമേഷൻ തരും. ഏത് സബ്ഷെല്ലാണ്? അപ്പോൾ ഒന്നായി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ കുറിച്ച് വിവരം തരും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ തൊട്ട് താഴെയുള്ള സബ്ഷെല്ലിനെ കുറിച്ച് വിവരം തരും. അപ്പോൾ സബ്ഷെൽ എങ്ങനെയാണ് അതിൻ്റെ വില വരിക? സബ്ഷെല്ലിൻ്റെ വാല്യൂ 0 മുതൽ n-1 വരെയാണ് വരിക. എക്സാമ്പിൾ നമുക്ക് കാണാം. ആ ടേബിൾ നോക്കൂ. വാല്യൂ ഓഫ് L 0 ആണെങ്കിൽ ആ സബ്ഷെല്ലിനെ നമ്മൾ പറയാം എസ് സബ്ഷെൽ എന്നാണ് പറയുക. നന്നായി ഓർത്തിരിക്കണേ. എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് എന്നാണ് പറയുക സബ്ഷെല്ലിൻ്റെ പേര്. എൽ എന്ന് പറഞ്ഞത് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യണതല്ലേ അല്ലേ? എൽ എന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലേ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? സബ്ഷെല്ലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. സബ്ഷെല്ലിനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ 0 എന്ന എൽ വാല്യൂ എസ് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 1 എന്നാണ് എല്ലിന് വാല്യൂ എങ്കിൽ അത് പിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 2 എന്നാണ് എല്ലിൻ്റെ വാല്യൂ എങ്കിൽ അത് ഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എല്ലിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എഫ് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം ആണ്. അതിൻ്റെ വില എല്ലിൻ്റെ വാല്യൂ എന്താണോ അത് നോക്കുക. അത് നോക്കിയിട്ട് എമ്മിന് വാല്യൂ ഏത് കൊടുക്കണം എന്നറിയോ? -L മുതൽ +L വരെ 0 ഉൾപ്പെടെ. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലിൻ്റെ വാല്യൂ 3 ആണെന്ന് എഴുതുക. 3 ആണെങ്കിൽ എമ്മിന് എന്ത് കൊടുക്കും? -3, -2, -1, 0, 1, 2, 3. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത് പറയാം. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിലോ? പറയും. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എമ്മിന് -2, -1, 0, 1, 2. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിലോ എത്ര എം വാല്യൂ ഉണ്ടാവും? പറയും. -1, 0, 1. ഓക്കെ അല്ലേ? അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെല്ലിനെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓർബിറ്റലിനെ. നാലാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെങ്ങോട്ടാണ് കറങ്ങണത്? ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. അതിലൊരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസൊക്കെ തിരിയും, അതുകൊണ്ട് അതിനെ +½ എന്ന് പറയും. വേറൊരു ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തിരിയും, അതുകൊണ്ട് അതിനെ -½ എന്നും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സ്പിൻ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂ ഉണ്ടാവുക. ഒന്നുകിൽ +½ അല്ലെങ്കിൽ -½ ക്ലിയർ? അപ്പോൾ ഷെല്ലിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിൻ്റെ തൊട്ട് താഴെയാണ് സബ്ഷെല്ലിൻ്റെ വാല്യൂ വരിക. ഓക്കെ, എന്നിന് 10 എന്നാണെങ്കിൽ എല്ലിന് മാക്സിമം 9 വരെ വരുള്ളൂ. അത് ഓർത്തിരിക്കണം. എമ്മിൻ്റെ വാല്യൂ
എൽ വാല്യൂവിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൈന് പ്ലസ്സോ മൈനസോ ഒക്കെ വരാവുന്നതാണ്. എസിൻ്റെ വാല്യൂ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ പ്ലസ് ഹാഫോ മൈനസ് ഹാഫോ ആകാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ കാണുന്ന എൻ എൽ വാല്യൂ വെച്ച് ഓർബിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അത് തന്നിരിക്കുന്നു എൻ സമം 2, എൽ സമം 0. അപ്പം എന്ന് പറഞ്ഞേ, എൽ 0 ആണെങ്കിൽ സബ്ഷെൽ ഏതാ? എസ്. അതായത് N2 ആണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലാണ്. ദാറ്റ് ഇസ് 2S. ആൻസർ 2S. എന്നാൽ അങ്ങനെയാണെങ്കിൽ വേറൊന്ന് പറയാം, കേട്ടോളൂ കേട്ടോ, നന്നായി ശ്രദ്ധിച്ചോളൂ. N സമം 1, എൽ സമം 0. അതേതാ? 1S. ഓക്കെ. N സമം 5, എൽ സമം 3. ഏതാ? 5F. ഓക്കെ അല്ലേ? N സമം 3, എൽ സമം 1. ഏതാ? 3P. എന്ത് സുഖമല്ലേ? അപ്പോൾ 3Pയുടെ എന്നും എല്ലും വാല്യൂ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടും ചെയ്യാം, അതേപോലെ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂ തന്ന് ഓർബിറ്റൽ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സാധ്യത നന്നായി ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ആ സ്ക്രീനിലെ ആ ടേബിൾ നോക്കി നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂ തന്ന് ഓർബിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നും, ഒരു ഓർബിറ്റൽ തന്ന് അതിൻ്റെ എന്നും എല്ലും വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടുള്ള ചോദ്യം വരാം. വേറെ ചോദ്യം, ഏത് താഴെ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഏതാണ് പോസിബിളായത് എന്ന് ചോദിച്ചിട്ട് 4 ക്വാണ്ടം നമ്പേഴ്സ് തന്ന് അതിൽ എന്ത് ചെയ്യും, ഏതാണ് പോസിബിൾ അല്ലാത്തത് അല്ലെങ്കിൽ പോസിബിൾ ആയത് എന്ന് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കൂ ബോർഡിൽ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ഉത്തരം എന്താണ് പോസിബിൾ ആവാനും പോസിബിൾ ആകാത്തതിനും കാരണം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തൂ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിലും ചോദിച്ചോളൂ. ഓക്കെ. അടുത്ത പോയിൻ്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയന്ത്രിക്കുന്ന ചില റൂളുകളുണ്ട്. ആ റൂളിനനുസരിച്ചിട്ടാണ് ഇലക്ട്രോണുകൾ ഓർബിറ്റലിൽ വരിക. അതിൽ ആദ്യത്തെ റൂളാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ. ഓക്കെ. ആഫ്ബാ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് എന്നാണ്. അപ്പോൾ ആഫ്ബാ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കൽ എങ്ങനെ? ആദ്യം മേൽക്കൂര ഉണ്ടാക്കൂലല്ലോ, ആദ്യം തറ ഉണ്ടാക്കുക. അതുപോലെ ആഫ്ബാ പ്രിൻസിപ്പിൾ പറയണത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണത് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരികയാണ് ചെയ്യുക. ടാങ്കിൽ വെള്ളം നിറയുന്നത് പോലെയാണ് ഇലക്ട്രോണുകൾ ഓർബിറ്റലിൽ നിറയുക. ആദ്യം ഏറ്റവും താഴെയുള്ള ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും 1Sൽ, അതിന് മുകളിൽ 2S, അതിന് മുകളിൽ 3S, അതിന് മുകളിൽ കണ്ടോ ഇങ്ങനെ വരിക 1S, 2S, 2P, 3S, 3P, 4S, 3D. ആ ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇലക്ട്രോൺസ് ആർ filled in the orbitals in the increasing order of their energy. ഊർജം വർദ്ധിച്ചു വരുന്ന കൂടി വരുന്ന ഓർഡറിലാണ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത റൂളാണ് N+L റൂള്. N+L റൂൾ. N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, എൽ എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? N+L റൂള്, അതായത് ഓർബിറ്റലുകൾക്ക് ഒരേ N+L വാല്യൂ വരികയാണെങ്കിൽ, ഓർബിറ്റലുകൾക്ക് ഒരേ N+L വാല്യൂ വരികയാണെങ്കിൽ, ഉദാഹരണം പറയാം, 4Sൻ്റെ N+L വാല്യൂ എന്താ? 4Sന് N 4ഉം എസിൻ്റെ എൽ വാല്യൂ 0യുമാണ്. അപ്പോൾ 4+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി 3Dൻ്റെതോ? 3D
3Dൻ്റെ 3 പ്ലസ് ഡിയുടെ എൽ വാല്യൂ എത്ര 2 ആണ്. അപ്പോൾ എത്രയായി 3 + 2 5 ആയി. അപ്പോൾ ഫോറസിൻ്റെ n+l വാല്യൂ 4 ആണ്. 3Dൻ്റെ n+l വാല്യൂ എന്താണ് 5 ആണ്. ഓക്കെ, അപ്പോൾ വ്യത്യാസമുണ്ട്. എന്നാൽ ഞാൻ വേറൊന്ന് പറയാം. 4Pയുടെയും 3Dയുടെയും n+l വാല്യൂ, 4Pൻ്റെ n+l വാല്യൂ 4 + 1 ദാറ്റ് ഈസ് 5. 3Dൻ്റെ 4 + വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അവ രണ്ടിനും n+l വാല്യൂ ഈക്വലാണ്. ആർക്കൊക്കെ? 4Pക്കും 3Dക്കും. അപ്പോൾ രണ്ടിനും തുല്യമാണെങ്കിൽ അവിടെ ആർക്കാണ് എനർജി കുറവെന്നറിയോ? എന്നിൻ്റെ വാല്യൂ കുറഞ്ഞത് ആർക്കാണോ അവർക്കാണ് എന്ത് എനർജി കുറവ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കുറഞ്ഞ ആർക്കാ? 4Pയും 3D ഉള്ളതിൽ 3Dക്കാണ്. ഓക്കെ, ഇതിനാണ് n+l വാല്യൂ, n+l റൂൾ എന്ന് പറയാം. എനർജി കൂടുന്നത് n+l വാല്യൂ വർദ്ധിച്ചു വരുന്ന ഓർഡറിലാണ്. ഇനി ഒരേ n+l വാല്യൂ 2 ഓർബിറ്റലിനുണ്ടെങ്കിൽ അതിൽ എനർജി കുറവ് എന്നിൻ്റെ വാല്യൂ കുറഞ്ഞ ആളിനായിരിക്കും എന്ന് പറയുന്ന റൂളിനാണ് n+l റൂൾ എന്ന് പറയാം. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് ഒരാറ്റത്തിൽ ഒരേ ക്വാണ്ടം നമ്പേഴ്സുള്ള 2 ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. അതായത് ഒരേ അഡ്രസ്സുള്ള ആളൊരു നാട്ടിലുണ്ടായാൽ എന്താ പ്രശ്നം? ആർക്കാ കത്ത് കൊടുക്കേണ്ടതെന്ന് പ്രശ്നമാവും അല്ലേ? അതേപോലെ ഒരേ ക്വാണ്ടം നമ്പേഴ്സുള്ള 2 ഇലക്ട്രോൺ ഒരാറ്റത്തിൽ ഉണ്ടാവില്ല. ഇതിനാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുക. നോ 2 ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂസ് ഫോർ ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. റെഡി? അടുത്ത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അതായത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ബൈ സിംഗിൾ വൺസ്. റെഡി? ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം ഓരോ ഇലക്ട്രോണുകൾ ഇങ്ങനെ കൊടുക്കും. ഓരോന്നോരോന്നായിട്ട് കൊടുക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യരുത്? ഒരു ഓർബിറ്റലിൽ 2 കൊടുക്കരുത്. ഒറ്റക്കൊറ്റക്ക് കൊടുത്തിട്ടേ രണ്ടാമത്തെ ഇലക്ട്രോണുകൾ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞ റൂള്. അത് തെളിയിക്കുന്ന അവിടെ ഒരു കോൺഫിഗറേഷൻ കൊടുത്തുണ്ടോ? കാർബൺ 1s2 2s2. 2Pക്ക് 3 ഓർബിറ്റലുള്ളത്, PX PY PZ. അപ്പോൾ കാർബണിൽ Pയിൽ 2 ഇലക്ട്രോണുള്ളത്. അതിലൊന്ന് PX-1 കൊടുക്കുക, PY-1 കൊടുക്കുക. ഇനി നൈട്രജന് 2p3 എന്നാണ് വരിക. ആ 3 ഇലക്ട്രോൺസ് PX-1 PY-1 PZ-1. ഇനി ഓക്സിജനിൽ Pയിൽ 4 ഇലക്ട്രോണാണുള്ളത്. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം PX-1 PY-1 PZ-1 കൊടുക്കണം. ഇനി ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്. ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? Z-ൽ കൊടുക്കും, അതായത് X-ൽ കൊടുക്കും. അപ്പോൾ 2px2 ആയി. റെഡി? അപ്പോൾ സിംഗിളായി ഇലക്ട്രോണുകളെ കൊടുത്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? രണ്ടാമത്തെ ഇലക്ട്രോൺ ഒരേ എനർജിയുള്ള ഓർബിറ്റലിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇതിനാണ് ഹൺസ് റൂൾ എന്ന് പറയുക. അപ്പോൾ ഹൺസ് റൂള്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ആഫ്ബ പ്രിൻസിപ്പിൾ, ഈ 3 റൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ക്രോമിയം, കോപ്പർ തുടങ്ങിയ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷനിൽ ഈ നിയമത്തിനെതിരായിട്ടാണ് കോൺഫിഗറേഷൻ വരുന്നത്. എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ എന്ന് പറയും. എന്താണ് അങ്ങനെ വരാൻ കാരണം? ഒറ്റ ഉത്തരം. നമ്മൾ 10 പഠിച്ചതാണ്. അതായത് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് കോൺഫിഗറേഷന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ വാക്കാണ് പഠിച്ചേക്കുക. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് ക്രോമിയവും കോപ്പറും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് ഷേപ്പ് ഓഫ് ഓർബിറ്റലാണ്. ഓർബിറ്റലിൻ്റെ ഷേപ്പ് ആദ്യം എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്കറിയാം, സ്ഫെറിക്കൽ ഷേപ്പാണ്, ഗോളാകൃതിയിലാണ്. ആ ചിത്രം പഠിച്ചു വെക്കുക. 1s ഒരു ചിത്രം അതാണ് കൊടുത്തത്, 2sൻ്റെ ചിത്രം കൊടുത്തത്. 2sൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടോ, ഒരു ഗ്യാപ്പ്, അതിനെ നോഡ് എന്നാണ് പറയുക. അപ്പോൾ 2sൽ ഒരു നോഡ് ഉണ്ടാവും. അപ്പോൾ 3sന് എത്ര നോഡ് ഉണ്ടാവും? 2 നോഡ് ഉണ്ടാവും. 4sനോ? അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരച്ച് പഠിക്കുക പ്രധാനമാണ്. എത്ര നോഡ് ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ 1sന് 0, 2sന് 1, 3sന് 2 എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത് പി ഓർബിറ്റലിൻ്റെ ഷേപ്പാണ്. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. 2 ബലൂണുകൾ വീർപ്പിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ച് കെട്ടി വെക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡംബൽ ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ പി ഓർബിറ്റൽ 3 ഓർബിറ്റലുകളുള്ളത്. ഒന്ന് പി എക്സ്, മറ്റൊന്ന് പി വൈ, പി സെഡ്. പി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലൂടെ ഞാൻ പറഞ്ഞ ഈ ഡംബൽ ഷേപ്പ് നിൽക്കും. പി വൈ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നോക്കുക, വൈ ആക്സിസിലൂടെ നിൽക്കും. പി സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസിലൂടെ നിൽക്കും. വരച്ച് പഠിക്കുക പ്രധാനമാണ്. അടുത്ത ഡി ഓർബിറ്റൽ. 5 ഓർബിറ്റലാണ് ഡിക്കുള്ളത്. ഒന്ന് ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി വൈ എക്സ് സെഡ്, ഡി എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. ആ സ്ക്വയർ വരുന്നതിൻ്റെയൊക്കെ പ്രത്യേകത അത് ആക്സിസിലൂടെയാണ് ആ ഓർബിറ്റിൽ നിൽക്കുക എന്നുള്ളതാണ്. ഡബിൾ ഡംബൽ എന്ന് ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ പൊതുവെ പറയാറുണ്ട്. അപ്പം നന്നായി ഓർത്തിരിക്കുക, വരച്ച് പഠിക്കുക. ഈ 3 ഒന്ന് വരും എന്ന ഉറപ്പിൽ തന്നെ ചിത്രം വരച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷനാണ് n-l-1. n എന്താ നമുക്കറിയാലോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. എൽ എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അടുത്ത ആംഗുലാർ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് എല്ലാണ്, അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് അപ്പോൾ എത്രയാവും? ആ വാല്യൂ രണ്ടുകൂടെയും കൂട്ടിയാൽ മതി. n-l-1 പ്ലസ് എൽ സമം n-1 ആവും. എല്ലാം ഇന്ന് കട്ട് ചെയ്ത് പോവും, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2p ഓർബിറ്റലിന് എത്ര റേഡിയൽ നോഡുണ്ട്? 2p ഓർബിറ്റൽ, 2pയിൽ n എത്ര? 2. പിയുടെ എൽ വാല്യൂ എത്ര? 1. അപ്പോൾ അത് കൊടുക്കുക. റേഡിയൽ നോഡ് ഈക്വൽ ടു 2 മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ ആംഗുലാർ നോഡ് എത്ര ആയിരിക്കും? ആംഗുലാർ നോഡ് എൽ വാല്യൂ ആണല്ലോ. ആംഗുലാർ നോഡ് ഈക്വൽ ടു എൽ ആണല്ലോ. അപ്പോൾ എൽ കൊടുക്കുക. എല്ലിൻ്റെ വാല്യൂ എത്ര? 2pയുടെ എൽ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്ത ടോട്ടൽ നോഡ് എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. അതായത് റേഡിയൽ നോഡ് 0, ആംഗുലാർ നോഡ് 1. അപ്പോൾ 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ കാണാനുള്ള ഇക്വേഷനാണ് n-1 ദാറ്റ് ഈസ് 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നോഡ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് എന്നുള്ളതിലേക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. 3pയുടെ ആംഗുലാർ നോഡും റേഡിയൽ നോഡും ടോട്ടൽ നോഡും കാണൂ. അതുപോലെ 4fൻ്റെ ആംഗുലാർ നോഡ്, റേഡിയൽ നോഡ്, ടോട്ടൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരൂ. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് പറയാനുള്ളത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക, ഒറ്റ വാക്കിൽ പഠിച്ചു വെക്കുക. H ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തൊരു പോയിൻ്റ്, സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ഫംഗ്ഷനാണ്. സൈയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഇലക്ട്രോണിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി സൈ സ്ക്വയറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സൈ സ്ക്വയറിൻ്റെ പ്രാധാന്യം എന്താണ്? സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറയുന്ന പദമാണ് സൈ സ്ക്വയർ. നല്ല ഓർത്തിരിക്കണം. ഇപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അറ്റോമിക് സ്ട്രക്ചറിലെ പോയിൻറ്റ്സുകൾ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞത് ബോർ മോഡലിൻ്റെ മെറിറ്റ്, ഡീമെറിറ്റ് അല്ലേ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഐസോടോപ്പ്, ഐസോബാർ അല്ലേ, പിന്നെന്ത് പറഞ്ഞു? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, പിന്നെ ഓർബിറ്റലിൻ്റെ ഷേപ്പ്, ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അത് സബ് ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു.
എം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അത് ഓർബിറ്റലിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തത് എസ് സ്പിൻ ക്വാണ്ടം നമ്പർ, അത് ഒരു ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ, കറക്കത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ 4 ക്വാണ്ടം നമ്പറും ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ്. ഇലക്ട്രോണിനെ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യാൻ പ്രധാനപ്പെട്ട 3 റൂളുകളുണ്ട്. ആഫ്ബാ പ്രിൻസിപ്പിള്, ഹൺസ് റൂള്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള്. അതെന്താ നമ്മൾ പറഞ്ഞു. ഈ റൂളിനെതിരായി ക്രോമിയവും കോപ്പറുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. സൈ സ്ക്വയറിൻ്റെയും സൈൻ്റെയും പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സിമ്പിളായി മനസ്സിലാക്കി. എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. നമുക്ക് തുടർന്ന് വരാം അടുത്ത ക്ലാസ്സുമായി. തൊട്ടടുത്ത ദിവസം നമുക്ക് വരാം 5ാമത്തെ എപ്പിസോഡുമായി. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.